ഈ വർഷത്തെ മെയ് ദിനം ലോകം ആചരിക്കുന്നത് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ്. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായിട്ട് ഈ മഹാരോഗം സൃഷ്ടിച്ച എല്ലാ വിപത്തിൻ്റെയും ഏറ്റവും വലിയ ഇരകളായി പണിയെടുക്കുന്ന മനുഷ്യൻ, അധ്വാനിക്കുന്ന മനുഷ്യൻ മാറിയിരിക്കുകയാണ്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ചൂഷണത്തിൻ്റെ പ്രത്യയശാസ്ത്രമായ മുതലാളിത്തം എത്ര കണ്ട് കഴിവ് കുറഞ്ഞതാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ ഒരനുഭവം കൂടിയാണ് ഈ കോവിഡ് കാലം. ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും വലിയ വിപുലീകരണം നടന്ന ഈ കാലത്ത് ആരോഗ്യ മേഖലയിലേക്കുള്ള പൊതു നിക്ഷേപത്തിൻ്റെ കുറവ്, പബ്ലിക് ഹെൽത്ത്, പൊതുജന ആരോഗ്യ മേഖല അത് പരിപൂർണമായി നിരാകരിച്ച മുതലാളിത്ത നടപടികളുടെ കൂടി പരിമിതി നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭമാണ്. ഇവിടെ ഈ മഹാമാരിക്കാലം മുതലാളിത്ത രാജ്യങ്ങളിലെ തന്നെ ആരോഗ്യ സംവിധാനങ്ങളുടെ തകർച്ചയെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. ക്യൂബ പോലെയുള്ള ചില രാജ്യങ്ങൾ, ചൈന പോലെയുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ, അവ മാത്രമാണ് സാധാരണ മനുഷ്യൻ്റെ താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് മഹാമാരിയെ നേരിടുന്ന നയസമീപനം ഉയർത്തിപ്പിടിച്ചത്. ഏറ്റവും വികസിതമായ മുതലാളിത്ത രാജ്യമായ അമേരിക്കയ്ക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളുടെ രാജ്യത്തിനപ്പുറത്ത് മറ്റൊരിടത്തും പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്ന എന്തെങ്കിലും നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞു എന്ന് പറയാനാവില്ല. ചൈന മാത്രമാണ് കോവിഡ് വാക്സിൻ തങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് മറ്റു രാജ്യങ്ങളിലേക്ക് സൗജന്യമായി കയറ്റുമതി ചെയ്തത്. സ്വാഭാവികമായും ഈ കാലത്തെ മുതലാളിത്തം ഉപയോഗപ്പെടുത്തിയത് അതിൻ്റെ ലാഭം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് ലോകം നീങ്ങുന്ന ഒരു കാലമായി ഈ കോവിഡ് കാലം മാറുകയാണ്. എത്രയോ കോടി മനുഷ്യരുടെ തൊഴിലാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. 4-5 ദശാബ്ദം പിന്നിലേക്ക് മനുഷ്യൻ്റെ വരുമാനവും ജീവിതാവസ്ഥകളും പോകും എന്നുള്ള അപകടം കൂടി ഈ കോവിഡ് കാലം നമ്മുടെ മുന്നിൽ ഉയർത്തുന്നുണ്ട്. എല്ലാ പ്രതിസന്ധികളിലും ലാഭമുണ്ടാക്കുക എന്ന മുതലാളിത്ത ശൈലി ഈ മഹാമാരിക്കാലത്തും ഉപയോഗപ്പെടുത്തുകയാണ്. മഹാമാരിക്കാലത്തിൻ്റെ ബാക്കി പത്രം ശതകോടീശ്വരന്മാർ വൻ ലാഭമുണ്ടാക്കുന്ന ഒന്നാണ് എന്ന് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവശത അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ വലിയ പ്രയാസങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു ചരിത്ര മുഹൂർത്തമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രധാനമന്ത്രി ഈ വർഷം ആദ്യം ദാവോസിൽ ചേർന്ന ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ മീറ്റിങ്ങിൽ വലിയ അവകാശവാദമാണ് ഉന്നയിച്ചത്. ഞങ്ങൾ കോവിഡിനെ പറപ്പിച്ച ഒരു നാടാണ്, ഞങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കോവിഡ് വാക്സിൻ കയറ്റുമതി ചെയ്യുന്ന നാടാണ്. കോവിഡ് രോഗത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സ്വീകരിച്ച ഈ നിലപാടുകളാണ്, നടപടികളാണ് ഏറ്റവും മാതൃകാപരം എന്നു തുടങ്ങി തൻ്റെ രാജ്യത്തിൻ്റെ ഔന്നത്യത്തെ വിളംബരം ചെയ്യാൻ ഇത്തരം ലോകവേദികളെ തന്നെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ വസ്തുത നമ്മെ വേട്ടയാടുകയാണ്. ലോകത്ത് ഏറ്റവും വേഗത്തിൽ കോവിഡ് പ്രചരിക്കുന്ന, ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള, ഏറ്റവും കൂടുതൽ പ്രതിദിന രോഗികളുള്ള, ഓക്സിജൻ കിട്ടാതെ വലയുന്ന, മൃതശരീരങ്ങൾ തന്നെ ദഹിപ്പിക്കാൻ വരിക്ക് അട്ടിക്കിടുന്ന വല്ലാത്തൊരു ദുരവസ്ഥയിലേക്ക് ഇന്ത്യ ഇപ്പോൾ ചെന്നെത്തിയിരിക്കുകയാണ്. വളരെ കൃത്യമായി ഈ കോവിഡ് കാലം ഓർമ്മപ്പെടുത്തിയത് നരേന്ദ്രമോദിയുടെ തീവ്ര ഹിന്ദുത്വ
ഭരണ സംവിധാനത്തിൻ്റെ പരാജയങ്ങളെയാണ്. അത് രോഗവിമുക്തിക്ക് രോഗവ്യാപ്തി തടയുന്നതിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ ഒരു പരാജയപ്പെട്ട ഗവൺമെൻറ്റായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. നമ്മളതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ആകെ പോവുകയല്ല. വസ്തുതാപരമായ ഒരു പരിശോധനയിൽ ഭീതിജനകമായ ഒരു ജീവിതാവസ്ഥയെയാണ് ഈ സന്ദർഭത്തിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിൻ്റെ കാര്യപ്രാപ്തിയില്ലായ്മ രൂപപ്പെടുത്തിയിരിക്കുന്നത്. വാർഷിക ബജറ്റിൽ ഇന്ത്യയിലെ ജില്ലാ തലസ്ഥാനങ്ങളിൽ 200 ജില്ലകളിൽ ഓക്സിജൻ പ്ലാന്റുകൾ ഉണ്ടാക്കും എന്നാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. എന്നാൽ 23 ജില്ലകളിൽ മാത്രമാണ് ഓക്സിജൻ പ്ലാന്റുകൾ ഉണ്ടാക്കാൻ ഗവൺമെൻറ്റിന് സാധിച്ചത്. വിഖ്യാതമായ AIMS ഡൽഹിയിൽ പോലും സ്വന്തം ഓക്സിജൻ പ്ലാന്റ് ഇല്ല എന്ന അപകടാവസ്ഥ ഈ സന്ദർഭത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 551 ജില്ലകളിൽ അടിയന്തരമായി ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിക്കേണ്ട ഒരു സാഹചര്യം വന്ന് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ആരോഗ്യ ആവശ്യത്തിനുള്ള ഓക്സിജൻ തന്നെ ലഭ്യമാകാതെ മനുഷ്യർ തെരുവിൽ പെടഞ്ഞു മരിക്കുന്ന ഒരവസ്ഥ രൂപപ്പെട്ടു. ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരാജയമാണ്. എത്രയോ തൊഴിലാളികൾ ജോലി നഷ്ടപ്പെട്ട് കാൽനടയായി സ്വന്തം നാടുകളിലേക്ക് പോയതും വഴിയിൽ പിടഞ്ഞു മരിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും നാടിൻ്റെ പൊതുജന ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുന്ന കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയാതെ പോയത് ആ ഗവൺമെൻറ്റിൻ്റെ മുതലാളിത്താനുകൂല നിലപാടുകളുടെ ഭാഗമാണ്. രേഖകൾ പറയുന്നത് ഈ സന്ദർഭത്തിൽ കോവിഡ് കാലത്ത് മുകേഷ് അംബാനിയുടെ ലാഭം 24% വർദ്ധിച്ചു എന്നുള്ളതാണ്. സ്വന്തം വരുമാനത്തെ നേരെ ഇരട്ടിയാക്കിയ ലോക മുതലാളി ഇന്ന് ഇന്ത്യയിലുള്ള അദാനിയാണ്. ലോകത്തിലെ തന്നെ 8ാമത്തെ ഏറ്റവും വലിയ മുതലാളിയായി മാറിയ മുകേഷ് അംബാനി കോവിഡ് തീരുമ്പോൾ ലോകത്തെ 3ാമത്തെ ഏറ്റവും വലിയ മുതലാളിയാവാൻ പോവുകയാണ്. കൃത്യമായ ഒരു ഉത്തരം നമ്മുടെ മുന്നിലുണ്ട്. ഈ മുതലാളിത്ത ശക്തികളെ, ഈ കോർപ്പറേറ്റ് മുതലാളിമാരെ അവരുടെ ലാഭത്തെ വർദ്ധിപ്പിക്കാനാണ് കോവിഡ് കാലം ഇന്ത്യയിൽ ഉപയോഗപ്പെടുത്തിയത്. മറ്റിതര മുതലാളിത്ത രാജ്യങ്ങളും അതാത് രാജ്യങ്ങളിലെ കോർപ്പറേറ്റുകളുടെ കൊള്ള ലാഭത്തിന് വേണ്ടി ഈ രോഗകാലത്തെയും ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്. ഇത്തരം ഒരു സന്ദർഭത്തെയാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര BJP ഈ കോവിഡ് കാലത്തെ ജനാധിപത്യ വിരുദ്ധമായ അതിൻ്റെ നയങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാനും ഉപയോഗപ്പെടുത്തുകയുണ്ടായി. ഒരു ഭാഗത്തത് പാർലമെൻ്ററി സംവിധാനത്തെ നിശബ്ദമാക്കിയിരിക്കുന്നു. പാർലമെൻറ്റിൽ ഇപ്പോൾ ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്യുന്ന ചോദ്യോത്തര വേളയില്ല. ജനങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി സമയം അനുവദിക്കുന്നില്ല. ആ നിലയിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുത്തിയ ജനങ്ങളുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ ജനപ്രതിനിധികൾക്ക് അവസരം നൽകാതെ പാർലമെൻറ്റ് കേവലം നിയമനിർമ്മാണത്തിൻ്റെ യാന്ത്രികതയിലേക്ക് ചുരുക്കി നിർത്തിയിരിക്കുന്നു ഇന്നത്തെ മോഡി ഗവൺമെൻറ്. അത് പാർലമെൻ്ററി സംവിധാനത്തെ തകർക്കുകയാണ്. ഒരു ഭാഗത്ത് പാർലമെൻറ്റിനെ നിശബ്ദമാക്കുമ്പോൾ തന്നെ പാർലമെൻറ്റിനെ ജനവിരുദ്ധ നയങ്ങൾ പാസ്സാക്കാൻ വലിയ വേഗത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. കോവിഡ് കാലം കർഷക വിരുദ്ധ നിയമങ്ങളുടെയും തൊഴിലാളി വിരുദ്ധ നിയമങ്ങളുടെയും ഒരു കാലമാണ്. തൊഴിലാളികളുടെ പ്രാഥമിക അവകാശങ്ങൾ നിഷേധിക്കുന്ന ലേബർ കോഡുകൾ ഈ പാർലമെൻറ്റ് സമ്മേളനങ്ങളിൽ പാസ്സാക്കിയെടുത്തു. കൃഷിക്കാർക്ക് മണ്ണിൽ നിലനിൽക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്ന, അവൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്ന എല്ലാ സംവിധാനങ്ങളുടെയും തകർച്ചയ്ക്കും നമ്മൾ സാക്ഷികളായി. തൊഴിലാളിക്കും കൃഷിക്കാരനും എതിരായിട്ടുള്ള മർദ്ദന നടപടികൾ സ്വീകരിക്കാനാണ് നമ്മുടെ ഭരണകൂടം ഈ കോവിഡ് കാലത്തെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അത് ഈ വർഷത്തെ മെയ് ദിന കാലത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നായിട്ട് നമ്മുടെ മുന്നിൽ ഉയർന്നിരിക്കുകയാണ്. വേറൊരു ഭാഗത്ത് ഏകാധിപത്യ നടപടികളിലേക്ക് വളരെ വേഗത്തിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് നീങ്ങുന്നതിനും നമ്മൾ സാക്ഷികളാകുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര കക്ഷിയുടെ ആജ്ഞാനുവർത്തിയായി ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനും വ്യത്യസ്തങ്ങളായ കേന്ദ്ര ഏജൻസികളെ വലിയ തോതിൽ ഉപയോഗപ്പെടുത്തുകയാണ്. കരിനിയമങ്ങളെയും അവർ ഉപയോഗപ്പെടുത്തുന്നു. UAPA പോലെയുള്ള കരിനിയമങ്ങൾ ഈ രാജ്യത്ത് ദുർവിനിയോഗം ചെയ്യപ്പെടുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, NIA, കസ്റ്റംസ്, നമ്മുടെ ഇൻകം ടാക്സ്
ഡിപ്പാർട്ട്മെൻറ്റ് എന്നു തുടങ്ങി വ്യത്യസ്തങ്ങളായ കേന്ദ്ര ഏജൻസികളെ, രാഷ്ട്രീയ പ്രതിയോഗികളെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചയ്ക്കും നമ്മൾ സാക്ഷികളാവുകയാണ്. അമിതാധികാരത്തിൻ്റെ വേഗതയേറിയ ഉപയോഗപ്പെടുത്തലാണ് ഇന്നത്തെ ഇന്ത്യയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വർഗീയത കൂടുതൽ തീവ്രമാക്കുന്ന പ്രചാരവേലകളും അവർ നടത്തുകയാണ്. അയുക്തിയവും അശാസ്ത്രീയവുമായ കുറേ കാര്യങ്ങളാണ് ഈ കോവിഡുമായി ബന്ധപ്പെടുത്തി ഇന്ത്യയിലെ ഭരണവർഗം, കേന്ദ്ര ഗവൺമെൻറ്, BJP, RSS എന്നിവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോവിഡിനെ ആട്ടി അകറ്റാൻ കിണ്ണം മുട്ടുക എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി തന്നെ തൻ്റെ ശാസ്ത്ര വിരോധത്തെയാണ് ഉയർത്തി കാട്ടിയത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഇത്തരമൊരു ദുരിതകാലത്തെ ഈ ദുരിതകാലത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ, നാടിൻ്റെ ഗൗരവമേറിയ വിഷയങ്ങളെ ഒന്നും തന്നെ ഗൗരവത്തിലെടുക്കാനോ പരിഹാരം കാണാനോ കേന്ദ്രം തയ്യാറാവുന്നില്ല എന്ന ദുരിതാവസ്ഥയ്ക്കും നമ്മളിപ്പോൾ സാക്ഷികളാവുകയാണ്. അതോടൊപ്പം കോവിഡ് രോഗത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കണ്ടെത്തിയ വാക്സിനുകൾ, ആ വാക്സിനുകളുടെ ഉൽപ്പാദനവും അതിൻ്റെ വിതരണവും കോർപ്പറേറ്റ് കൊള്ളലാഭത്തിന് വേണ്ടി എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യ പോലെ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ഒരു സമൂഹത്തിൽ സൗജന്യമായി വാക്സിൻ നൽകാൻ വേണ്ടിയുള്ള മുൻകൈയാണ് കേന്ദ്ര ഗവൺമെൻറ് എടുക്കേണ്ടിയിരുന്നത്. എന്നാൽ അങ്ങനെ ഒരു സമീപനം ഗവൺമെൻറ് സ്വീകരിച്ചില്ല. സ്വകാര്യ കുത്തക സ്ഥാപനങ്ങൾക്ക് വാക്സിൻ നിർമ്മിക്കാനുള്ള കുത്തകാവകാശവും ധനസഹായവും നൽകാനാണ് കേന്ദ്രം തയ്യാറായത്. വലിയ ഒരു പൊതുമേഖലാ സംവിധാനമുള്ള, പൊതുമേഖലാ ഗവേഷണ സ്ഥാപനങ്ങളുള്ള ഇന്ത്യ അതിൻ്റെ വാക്സിൻ നിർമ്മാണത്തിന് പൊതുമേഖലയെ ഉപയോഗപ്പെടുത്താതിരുന്നത് കച്ചവട താല്പര്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ മഹാമാരിയിൽ മനുഷ്യൻ ഓക്സിജൻ കിട്ടാതെ, മരുന്ന് കിട്ടാതെ, വാക്സിൻ കിട്ടാതെ പെടഞ്ഞു മരിക്കുമ്പോൾ കൃത്യമായ ഒരു നയ സമീപനം ഇതിനെ പ്രതിരോധിക്കാൻ, ഇതിനെ മുറിച്ചു കടക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇല്ലാതെ പോയി. ഇപ്പോഴത് അതിൻ്റെ കൊള്ളലാഭക്കാരൻ്റെ കൈകളിൽ അവർക്കാവശ്യമായ സഹായങ്ങൾ നൽകുന്ന തരത്തിലേക്ക് രൂപപരിണാമം വരികയും ചെയ്തു. മരുന്ന് തന്നെ വാക്സിൻ സംസ്ഥാനങ്ങൾക്ക് നൽകാൻ ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും വ്യത്യസ്ത വിലയ്ക്ക് വാക്സിൻ നൽകുന്നതിനും നമ്മൾ സാക്ഷികളായി. ഇപ്പോൾ ഈയിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നമുക്ക് വാക്സിൻ മേഖലയിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾക്കെതിരായ വലിയ സമരം തന്നെ ഇപ്പോൾ നടത്തേണ്ടി വന്നു. ഈ പരാജയങ്ങളെല്ലാം ഒരു വ്യവസ്ഥ എന്നുള്ള നിലയിൽ മുതലാളിത്തത്തിൻ്റെ പരാജയങ്ങളാണ്. ഇന്ന് ഇന്ത്യയിൽ മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നമായ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ ശക്തിയായ BJP ഈ കാലത്തെ ഉപയോഗപ്പെടുത്തുന്നതും ആ നിലയിലുള്ള ഭരണവർഗ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ഇവിടെ ജനങ്ങളുടെ പ്രതിരോധം സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. ആ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളെ ദുർബലപ്പെടുത്താൻ ജനങ്ങളെ വർഗീയമായി കൂടുതൽ ചേരിതിരിക്കുന്ന സമീപനങ്ങളിലേക്ക് ഇപ്പോൾ BJP നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. BJPയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ മേഖലയിലും അത് സ്വീകരിച്ച ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളായിരുന്നു, വിശേഷിച്ച് മുസ്ലിം വിരുദ്ധ നിലപാടുകളായിരുന്നു. ജമ്മു കശ്മീരിൻ്റെ പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, സംസ്ഥാന പദവി ഇല്ലാതാക്കിയ വിഷയത്തിൽ, മുത്തലാഖുമായി ബന്ധപ്പെടുത്തി പുതിയ നിയമം ഉണ്ടാക്കിയ കാര്യത്തിൽ എന്നു തുടങ്ങി വിവിധങ്ങളായ വിഷയങ്ങളിൽ ഓരോ സന്ദർഭത്തിലും തങ്ങളുടെ RSSൻ്റെ ഇടുങ്ങിയ രാഷ്ട്രീയ അജണ്ടയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നയസമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കാശിയിലെ ഗ്യാൻവാപ്പി പള്ളിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുതിയ വിവാദങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടിയാണ് ഈ കോവിഡ് കാലത്തെ BJP ഉപയോഗപ്പെടുത്തുന്നത്. തങ്ങളുടെ തീവ്ര വർഗീയ അജണ്ട പ്രായോഗികമാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോഴും ഈ ദുർഗതിയുടെ ദുരന്ത നാളുകളിലും BJP പരിശ്രമിക്കുന്നത്. ഈ ആപത്തിനെയാണ് വലിയ തോതിൽ ബഹുജനങ്ങൾക്കിടയിൽ നാം തുറന്നു കാണിക്കേണ്ടത്. ഇവിടെ ഇന്ത്യയിലെ മുതലാളിത്ത ഭരണകൂടം തൊഴിലാളികൾക്കും കൃഷിക്കാർക്കുമെതിരായി ഇപ്പോൾ നടത്തുന്ന തെറ്റായ നിയമനിർമ്മാണങ്ങൾ, നയസമീപനങ്ങൾ, ഇതിനെതിരായിട്ടുള്ള ശക്തമായ ബഹുജന പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരിക എന്നത് അതിപ്രധാനമാണ്. ആവേശകരമായ കാര്യം, കഴിഞ്ഞ 5 മാസമായി ഇന്ത്യയിലെ കർഷക പ്രതിഷേധം ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാസമരങ്ങളിൽ ഒന്ന് കാലിടറാതെ ഇപ്പോഴും നടക്കുന്നു എന്നത് അഭിമാനകരമായ കാര്യം തന്നെയാണ്. ആ കർഷക പ്രക്ഷോഭത്തോടൊപ്പം ഇന്ത്യയിലെ തൊഴിലാളി വർഗം
തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾക്കെതിരായി ശക്തമായ പോരാട്ടവുമായി തെരുവിലുണ്ട് എന്നതും ഏറ്റവും മികച്ച കാര്യം തന്നെയാണ്. ആ ബഹുജന പോരാട്ടങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയ ദിശാബോധം നൽകണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്രമായ കരുത്ത് വർദ്ധിക്കുക എന്നതും അതിപ്രധാനമാണ്. ഈ വിഷയത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടുകൾ, കോവിഡുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ച വ്യത്യസ്തമായ നിലപാടിനെയും കാണാൻ. കോവിഡ് കാലത്ത് ഉത്തേജക പാക്കേജുകൾ പ്രഖ്യാപിച്ചത് പൂർണ്ണമായും സമാശ്വാസ പരിപാടി എന്നുള്ള നിലയിൽ സാധാരണക്കാരന് ഗുണം ചെയ്യുന്ന തരത്തിലാണ്. അടുക്കളയിൽ ഭക്ഷണം എത്തിക്കാനാണ്, തൊഴിലവസരങ്ങൾ വർദ്ധിക്കാനാണ്, ആശുപത്രികളെ മെച്ചപ്പെടുത്താനാണ്, സൗജന്യ ചികിത്സ ഉറപ്പാക്കാനാണ് കരുതലോടുകൂടിയ ഒരു നയം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ ദുരന്തകാലത്ത് നടപ്പിലാക്കിയത്. ഇടതുപക്ഷത്തിൻ്റെ വ്യത്യസ്തത ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. വ്യത്യസ്തങ്ങളായ പ്രതിസന്ധി ഘട്ടത്തിലെ മികവാർന്ന ഒരു മാതൃക എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഓരോ വിഷയത്തിലും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അവരെ സഹായിക്കുന്ന നിലപാടുകൾ സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചത് ഏറ്റവും മാതൃകാപരമാണെന്ന് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കുന്ന വസ്തുതയാണ്. ആ നിലയിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾ ഇന്ന് മുതലാളിത്ത തകർച്ചയുടെ ഈ സമകാലത്ത് സാധാരണക്കാരൻ്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അവർക്ക് പരിരക്ഷ നൽകാനും സംസ്ഥാനത്തിൻ്റെ പൊതുവികസനത്തെ കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞു എന്ന പ്രത്യേകതയും 5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിനുണ്ട്. അഴിമതി തൊട്ടു തീണ്ടാത്ത തരത്തിൽ ഭരണനിർവഹണം നടത്താനാകുമെന്നും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തെളിയിക്കുകയുണ്ടായി. ലോക മുതലാളിത്ത പ്രതിസന്ധിയുടെ പരിസരത്ത് ഇന്ത്യയിലെ തീവ്ര ഹിന്ദുത്വ ശക്തികൾ നടത്തിയ വലിയ സമ്മർദ്ദങ്ങളുടെ മുന്നിൽ പതറാതെ നിന്നുകൊണ്ടാണ് കേരളം ഈ മഹാനേട്ടങ്ങൾ ഇപ്പോൾ നേടി എടുത്തത്. ഇവിടെ നിന്നുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. നമുക്ക് ഈ മെയ് ദിനം നമ്മളെല്ലാവരും തെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുന്ന ഒരു സന്ദർഭമാണ്. നമുക്കെല്ലാം ആത്മവിശ്വാസത്തോടുകൂടി പ്രതീക്ഷിക്കാൻ കഴിയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടും എന്ന കാര്യം തന്നെയാണ്. ഈ പ്രതിസന്ധിയുടെ കാലത്ത് ജനങ്ങൾക്ക് സമാശ്വാസം നൽകാൻ കഴിയുന്ന ഒരുപാട് പ്രതീക്ഷ നൽകുന്ന കാര്യപരിപാടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വച്ചിട്ടുണ്ട്. പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് തോന്നുന്ന ഒരു സന്ദർഭം തന്നെയാണ്. വലിയ വിലക്കയറ്റം ഈ വർഷത്തിൻ്റെ തുടക്കം അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഈ മാർച്ച് മാസം കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പണപ്പെരുപ്പവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതീക്ഷകൾ വറ്റുന്നു എന്ന് തോന്നിയിരുന്നിടത്ത് നിന്ന് നമുക്ക് അതിനെ പ്രതിരോധിച്ച് തുടങ്ങാം എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്നതായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് വിജയം. ആ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ മികച്ച ഒരു ഭൂരിപക്ഷം കിട്ടുന്നതോടുകൂടി ഒരു ഇടതുപക്ഷ തുടർ ഭരണം കേരളത്തിൽ ആരംഭിക്കുന്നതോടുകൂടി നമുക്ക് ബദൽ രാഷ്ട്രീയത്തെ രാജ്യത്ത് കൂടുതൽ വിപുലപ്പെടുത്താൻ കഴിയും. കഴിഞ്ഞ 5 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ആഗോളവൽക്കരണ ദുരന്ത നാളുകളിൽ വ്യത്യസ്തമായ നയസമീപനം സ്വീകരിക്കാൻ കഴിയുമെന്നാണ് തെളിയിച്ചത്. ഈ പുതിയ കാലത്ത് വളർന്നു വരുന്ന വലിയ ബഹുജന പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു രാഷ്ട്രീയ ദിശാബോധം, അതാണ് കേരളം നൽകാൻ പോകുന്നത്. ലോകത്ത് എല്ലായിടത്തും അഭിമാനകരമായ ഒരു വസ്തുത, മുതലാളിത്തത്തിൻ്റെ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ മുതലാളിത്തം എല്ലാ നിലയിലും പരാജയപ്പെടുന്നിടത്ത് മുതലാളിത്തം സ്വന്തം പരാജയത്തെ മറച്ചുവെക്കാൻ, മുറിച്ചു കടക്കാൻ തീവ്ര വർഗീയതയെ, തീവ്ര വലതുപക്ഷ ആശയങ്ങളെ ഉപയോഗപ്പെടുത്തുന്നിടത്ത് പ്രതീക്ഷ അതിനും അപ്പുറത്തുണ്ട്. വ്യവസ്ഥ എന്ന നിലയിൽ മുതലാളിത്തത്തിൻ്റെ പരാജയം ഇല്ലാതാവുന്ന ഒന്നല്ല. മുതലാളിത്തം വ്യവസ്ഥ എന്ന നിലയിൽ തന്നെ അത് പരാജയപ്പെട്ടേ തീരും. അതുകൊണ്ട് മുതലാളിത്ത പരിമിതികൾക്കെതിരായ സമരങ്ങൾ എന്നത് ലോകത്ത് ശക്തിപ്പെടുക തന്നെ ചെയ്യും. നാം ജീവിക്കുന്ന ഈ കാലത്തും ലോകത്ത് ഈ സമരങ്ങൾ ശക്തിപ്പെടുകയാണ്. അത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ശക്തിപ്പെടുന്ന പോരാട്ടങ്ങൾ
ചിലയിടത്തെങ്കിലും വലതുപക്ഷത്തെ ചിലപ്പോഴെല്ലാം തോൽപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ വിജയിക്കുന്നതും നാം കാണുന്നുണ്ട്. തീവ്ര വലതുപക്ഷക്കാരനായ ഡൊണാൾഡ് ട്രംപ് US തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതും നമ്മൾ കാണുകയുണ്ടായി. അതുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ സ്വഭാവം മാറും എന്നുള്ള നിലയിലല്ല, തീവ്ര വലതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാകുന്നു ചില സന്ദർഭങ്ങളിലെങ്കിലും എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഇതിവിടെ സൂചിപ്പിച്ചത്. തീർച്ചയായും മുതലാളിത്തത്തിന് സഹജമായ പരിമിതികളുണ്ട്. വ്യവസ്ഥ എന്ന നിലയിൽ മുതലാളിത്തത്തിന് നിലനിൽപ്പില്ല. ശക്തമായ പോരാട്ടങ്ങളിലൂടെ മുതലാളിത്ത പരിമിതികളെ അതിജീവിക്കാനുള്ള തന്ത്രാധിഷ്ഠിത സമരങ്ങൾ, തന്ത്രപരമായ ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങളെ നീക്കാനുള്ള പോരാട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ആ പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്താൻ നമുക്ക് വലിയ ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ഇടതുപക്ഷ വിജയം നൽകും എന്ന വിശ്വാസമാണ് നമുക്കുള്ളത്. ആ നിറഞ്ഞ പ്രതീക്ഷയിൽ കരുത്തോടുകൂടി വലിയ പോരാട്ടങ്ങൾ നടത്താൻ ഇന്ത്യ രാജ്യത്തിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ കേരളത്തിലെ തുടർഭരണത്തിൻ്റെ ചുവട് പിടിച്ച് തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും പോരാട്ടങ്ങൾ, ഇടതുപക്ഷ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ബംഗാളിൻ്റെയും ത്രിപുരയുടെയും തിരിച്ചുവരവ്, ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ഇടതുപക്ഷ മുന്നേറ്റത്തിൻ്റെ സാധ്യതകൾ തുറന്നു വയ്ക്കൽ എന്നുള്ള നിലയിൽ നമുക്ക് വലിയ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള ഒരവസരം സൃഷ്ടിക്കാനുള്ള സാധ്യത കേരളത്തിലെ ഈ ഇടതുപക്ഷ മുന്നേറ്റം രൂപപ്പെടുത്തും എന്നതും ആവേശകരമാണ്. ആവേശകരമായ ആ മാറ്റത്തിൻ്റെ തൊട്ടു മുന്നിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്തവണത്തെ ഈ മെയ് ദിനം ആചരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മുതലാളിത്തത്തിൻ്റെ പരിമിതികൾക്കെതിരായി ഇന്ത്യയിലെ മുതലാളിത്ത സംരക്ഷകരായ വലതുപക്ഷക്കാരായ തീവ്ര ഹിന്ദുത്വ ശക്തികൾക്കും അവരുടെ നയങ്ങൾക്കുമെതിരായി അവസരവാദികളായ നമ്മുടെ രാജ്യത്തെ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളുടെ പരിമിതികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കരുത്തുറ്റ ഒരു ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ പകരാൻ, അതിനെ ശക്തിപ്പെടുത്താൻ സ്വയം സമർപ്പിക്കുക എന്ന വലിയ രാഷ്ട്രീയ ദൗത്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ വർഷത്തെ മെയ് ദിനം. ആ മെയ് ദിനത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ നമുക്ക് കൂടുതൽ കരുത്തായ പോരാട്ടങ്ങൾക്ക് വേണ്ടി സ്വയം തയ്യാറാവാം. എല്ലാവർക്കും മെയ് ദിന ആശംസകൾ ഈ സന്ദർഭത്തിൽ ഞാൻ നേരുകയാണ്.